ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പഠിക്കാൻ മടിയുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ സമയക്കുറവുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് പഠിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ടൂള് വേറെ ഒന്നുമല്ല, നോട്ട്ബുക്ക് എല്ലാം ആണ്. നോട്ട്ബുക്ക് എല്ലാം ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. അപ്പം നമുക്ക് നോട്ട്ബുക്ക് എല്ലാം എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട്ബുക്ക് എല്ലാം നമുക്ക് PDF അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനൊരു ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇതാ അപ്ലോഡ് സോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് PDF അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതാ ഫയൽ ടൈപ്പ് PDF .txt മാർക്ക് ഡൗൺ ഓഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നമുക്ക് ഡോക്യുമെന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വെബ്സൈറ്റിൻ്റെയോ യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു കോപ്പി ടെക്സ്റ്റ് ഇപ്പം ChatGPT നമുക്ക് തന്നിരിക്കുന്ന ഒരു കോപ്പി ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കോപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ വാട്ട് ഈസ് ഡീപ്പ് ലേണിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ChatGPT എനിക്കൊരു വലിയ ലെങ്തി ആയിട്ടുള്ളൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പം എനിക്കത് വായിക്കാൻ മടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഒരു PDF ആയിക്കോട്ടെ, ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പോൾ എനിക്കതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് ഇതാ ഇവിടെ കണ്ടോ, ഓഡിയോ ഓവർവ്യൂ, വീഡിയോ ഓവർവ്യൂ, മൈൻഡ് മാപ്പ്, റിപ്പോർട്ട്സ്, ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഈ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിനെ ബേസ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ഓഡിയോനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു എക്സാമ്പിളാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ചും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തതാണ്. ഈ സെയിം വാട്ട് ഈസ് ഡീപ്പ് ലേണിങ്ങിന് തന്നെയുള്ളൊരു ഈ പാരഗ്രാഫ് ഞാൻ ChatGPT ആണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ അകത്ത് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് ഇതാ, അതിനെ ബേസ് ചെയ്തിട്ട് മൈൻഡ് മാപ്പ് എനിക്ക് ഉണ്ടാക്കി തന്നത്. ഇപ്പം നിങ്ങൾക്ക് സമയം കുറവാണ്, പരീക്ഷയ്ക്ക് എക്സാമിന് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൈൻഡ് മാപ്പ് എടുക്കുക. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മോഡുലാരിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കൺസെപ്റ്റിനെ എടുത്ത് വാട്ട് ഈസ് ഡീപ്പ് ലേണിംഗ്, സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ്, സബ്സെറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, യൂസസ് ന്യൂറൽ നെറ്റ്വർക്ക്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അതിനെ മോഡുലാർ ആക്കും. അപ്പം ഇത് ട്രഡീഷണൽ അൽഗോരിതംസിനെയൊക്കെ ഡീപ്പ് ലേണിംഗ് ഇമേജ് റെക്കഗ്നിഷനിലും സ്പീച്ച് പ്രോസസ്സിങ്ങിലും NLU നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒക്കെ എന്താ പറയുന്നത്, ഔട്ട് പെർഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഓരോ കമ്പോണൻറ്റിനെയും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെയും ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഓരോന്നിനെയും മോഡുലറായിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പം നമുക്ക് ഒരു എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളൊരു ഓവർവ്യൂ കിട്ടാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഇതുവരെ ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഉപയോഗം മനസ്സിലായത്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നല്ല രസമാണ്. ഇപ്പം നമുക്ക് വലിയൊരു ടോപ്പിക്കിനെ കുറിച്ച് പെട്ടെന്നൊരു ഓവർവ്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുപോലെ ഫ്ലോ ചാർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റാക്കി ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പോട്ടെ, ഇനി നമുക്ക് ഉള്ളത് നമ്മുടെ ഓഡിയോ ഓവർവ്യൂ ആണ്. ഓഡിയോ നമുക്ക് ലാംഗ്വേജ് എല്ലാം ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ ക്രിയേറ്റ് ഓഡിയോ ഓവർവ്യൂവിൻ കണ്ടോ, ഇവിടെ നമുക്ക് ലാംഗ്വേജ് ഉണ്ട്. ഈ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഇവിടുന്ന് നമുക്ക് മലയാളമൊക്കെ ചൂസ് ചെയ്തിട്ട് ഞാൻ മലയാളത്തിലാണ് കേൾക്കാറ്. എനിക്ക് മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേട്ടനും ചേച്ചിയും കൂടെ ഡിബേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ സാധനം കാണിച്ചു തരുന്നത്. അപ്പം അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. എനിക്ക് പേഴ്സണലി എനിക്ക് അതാണ് കൂടുതൽ താല്പര്യവും. ഇത് നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. ആർട്ട് ഇതിപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓഡിയോ കേട്ടോ. ഞാൻ കൊടുത്ത ഡോക്യുമെന്റിന് ഇപ്പം ഞാനൊരു ചാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു PDF കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോയും ഈ വീഡിയോ റിവ്യൂവും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് എന്താണ് നോട്ട്ബുക്ക് എല്ലാം എന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഓഡിയോ വീഡിയോയും ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഒരു 5 to 10 മിനിറ്റ്സ് എടുക്കും. പക്ഷേ എടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഇപ്പം ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് കേട്ട് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, ഇപ്പൊ എല്ലായിടത്തും ഒരു സംസാര വിഷയമാണല്ലോ. ഈ ChatGPT പോലത്തെ സംഭവങ്ങള്, പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന പടങ്ങൾ ഉണ്ടാക്കുന്ന ടൂളുകള്, ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ് ഈ ഡീപ്പ് ലേണിംഗ്. അപ്പോ ഇന്ന് നമ്മൾ ഈ ഡീപ്പ് ലേണിംഗിന്റെ ലോകത്തേക്ക് ഒന്ന് ആഴത്തിലിറങ്ങാണ്. നിങ്ങൾക്ക് കിട്ടിയ ആ ആർട്ടിക്കിളിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്താണ് ഈ ഡീപ്പ് ലേണിംഗ്, അതിന്റെ പിന്നിലൊരു ഐഡിയാസ് എന്തൊക്കെ, എവിടേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ നോക്കാം. ഒരു തുടക്കക്കാരന് പോലും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ. അതാണ് ശ്രമം. തീർച്ചയായും. ഈ AI എന്ന വലിയ കുടക്കീഴിൽ മെഷീൻ ലേണിംഗ് എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിൻ്റെ ഒരു ഉപവിഭാഗം അതാണ് ഡീപ്പ് ലേണിംഗ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം വരുന്നത് നമ്മുടെയൊക്കെ തലച്ചോറ്. അതെങ്ങനെയാണ് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്, അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. നമ്മളിങ്ങനെ എപ്പോഴും
ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനൊരു ഡിബേറ്റ് രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരാള് മറ്റൊരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അയാൾ ആൻസർ ചെയ്യുന്നു. അയാൾ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അങ്ങനെ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ കുറേ എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ നോട്ട്ബുക്കെല്ലാം ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഇതിന്റെ വീഡിയോ ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഓൾറെഡി ഇത് ജനറേറ്റിംഗ് വീഡിയോ ഓവർവ്യൂ ആണ്. ഓൾറെഡി ഞാൻ ജനറേറ്റഡ് ആയിരുന്നു. ഒരു മിനിറ്റ് അതൊന്ന് ജനറേറ്റ് ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ജനറേറ്റ് ആകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ ഒരു സാമ്പിൾ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ഈ നോട്ട്ബുക്കെല്ലാം ജനറേറ്റർ വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ഞാനൊന്ന് ഓടിച്ചു വിട്ടിട്ട് ഇതുപോലത്തെ PPT ലൈക്ക് ഇമേജസ് ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് നോട്ട്ബുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ചാനലിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പം നിങ്ങൾക്ക് പോയി വിസിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. അപ്പം നമ്മൾ ഇതുപോലത്തെ AI ടൂൾസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ കണ്ടില്ല, ഡീപ്പ് ലേണിംഗ് നമ്മൾ കുത്തിയിരുന്ന് വായിച്ചതൊന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുത്തേനെ. പക്ഷേ ഇതുപോലെ ഇൻട്രാക്റ്റീവായിട്ട് ഇപ്പോൾ 2 പേര് പറയുന്നത് കേട്ട് അതൊരു 8 മിനിറ്റിൻ്റെ വീഡിയോ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. 8 മിനിറ്റ് 16 മിനിറ്റിൻ്റെ 18 മിനിറ്റിൻ്റെ വീഡിയോ. ആ 18 മിനിറ്റ് കൊണ്ട് നമുക്ക് റീഡ് ചെയ്യുന്നതിനെക്കാട്ടിലും എൻ്റെ പേഴ്സണൽ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ റീഡ് ചെയ്ത് അബ്സോർവ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ അവർ പറയുന്നതിൻ്റെ അകത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഞാൻ ഒരു ബസ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എനിക്കിതുപോലത്തെ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഇവിടെ 2 പേരുടെയും കമ്മ്യൂണിക്കേഷൻ കേട്ടുകൊണ്ട് പോകാൻ പറ്റും. ഇതെനിക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതുപോലത്തെ ഇന്നത്തെ ഈ സമയത്ത് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഫോളോ ചെയ്യാതെ നമുക്ക് ഇതുപോലത്തെ AI കൂടെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലേണിങ് പ്രൊഡക്ടിവിറ്റി എല്ലാം നമുക്ക് ഒരുപാട് കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലത്തെ ടൂൾസ് എല്ലാം നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ എക്സ്പെരിമെൻറ്റ് നോട്ട്ബുക്കെല്ലാം ചെയ്യുക. എൻ്റെ ഒരു സജഷനിൽ ഇപ്പോൾ ഉള്ളത് വെച്ച് ഏറ്റവും നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണിത്. അപ്പം ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.